ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എൻ്റെ മെഷീനിൽ കുറച്ച് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റ് ആയത്. ഇപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ഇനി. അപ്പോൾ അതിൽ നമ്മൾ യോക്ക് പോർഷൻ രണ്ട് സൈഡായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ലൈനിങ് ഇല്ലാത്ത പീസാണ്, കോട്ടൺ മിക്സിൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ അന്ന് കട്ട് ചെയ്തില്ലായിരുന്നോ, അപ്പോൾ ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ക്രോസ് പീസ് എടുത്തതിന് പകരമായിട്ട് നിങ്ങൾ ലൈനിങ് വെച്ചിട്ട് മറച്ചടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇത് പോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ കുർത്തിയുടെ കട്ടിങ്ങും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ, ഫ്രണ്ടിലെ പോർഷൻ നമ്മൾ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് പീസും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ ഞാനത് അടിച്ചിട്ട് മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്യുന്നത്, അതിന് മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ബാക്ക് സൈഡ് നമ്മൾ സെയിം ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്യുക നെക്കിൻ്റെ. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡും നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നെക്ക്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ കൈയിൻ്റെ രണ്ട് സൈഡും താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ സ്ലീവും കട്ട് ചെയ്യുന്നതും മാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ് ആദ്യമായിട്ടൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇനി നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സില്ലേ, അങ്ങനത്തെ പ്ലീറ്റ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു 6 ടൈപ്പ് പ്ലീറ്റ്സിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലീറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ മെഷീനിലെ നമ്മുടെ ആ കാണി ഉണ്ടല്ലോ, അത് ഏറ്റവും ലാസ്റ്റത്തേൽ 5-ലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ത്രെഡ് പിടിച്ചിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ പ്ലീറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ പ്ലീറ്റ് ഇടുന്നതിൻ്റെ ഒരു സംഭവം. ഇനി നമുക്ക് യോക്ക് പോർഷൻ ജോയിൻ ചെയ്യണം. നമ്മളിപ്പോൾ അത് ഹെം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കെട്ട് വയ്ക്കണമല്ലോ നമുക്കപ്പോൾ നമ്മൾ ഈ രണ്ട് യോക്കിനെയും ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു കെട്ട് ഇതുപോലെ ഉള്ളിലാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോർഷൻ്റെ അവിടെ ഒരു കട്ട് കൊടുത്തിരുന്നു. ആ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കി നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ അത് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ നെക്ക് കറക്റ്റ് പോയിന്റിൽ വരുള്ളൂ. ഇനി നമുക്ക് ഇവിടെയും കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഹെമ്മിങ് ചെയ്തത്. പക്ഷേ സ്റ്റിച്ച് ചെയ്യണം, എന്നാലല്ലേ അവിടെ അത് കറക്റ്റ് ആ ഒരു എന്താ പറയുക ജോയിൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ സ്റ്റിച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കെട്ടും വെച്ചു, അതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ആ രണ്ട് പീസും കൂടിയിട്ടൊന്ന് താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബാക്ക് സൈഡ് നമ്മൾ പ്ലീറ്റും അതുപോലെ തന്നെ യോക്കും ജോയിൻ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പോർഷനും പ്ലീറ്റും യോക്കും നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. നമ്മളത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെഷീന് ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. സൂചി ഇങ്ങനെ ഊരി വീഴുമായിരുന്നു. അവിടുത്തെ ഒരു സ്ക്രൂ ലൂസായി പോയിട്ടായിരുന്നു. അപ്പോൾ സ്ക്രൂ സെറ്റാക്കിയപ്പോൾ അത് ശരിയായി കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ, അതായത് ബാക്ക് പോർഷൻ്റെ നല്ല വശം നിവർത്തിയിട്ടിട്ട് അതിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഷേപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഷേപ്പായിട്ട് നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ യോക്ക് പോർഷൻ വരെയാണ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ താഴോട്ട് അത് നമുക്ക് ഫ്രിൽസ് അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ആ സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു ജോയിൻറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചൊന്ന് വീർത്ത് നിൽക്കുന്ന ടൈപ്പാണ്, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ഫ്രോക്ക് പോലെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് താഴ്ഭാഗം, നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്.
ഫുള്ളായിട്ട് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. രാത്രി ടൈമിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് എടുക്കാണ്ട് അത്യാവശ്യം എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 12:30 1 മണിയോടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മോർണിംഗിൽ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ.